1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, 10-ാം പ്രതിക്കും 15-ാം പ്രതിക്കും ഇരട്ട ജീവപര്യന്തം, മറ്റു 5 പേർക്ക് 5 വർഷം 5 വർഷം തടവ്. അങ്ങനെയാണ് എ എം മണികണ്ഠൻ, കെ വി കുഞ്ഞിരാമൻ മുൻ MLA, രാഘവൻ ഭാസ്കരൻ എന്നിവർക്കാണ് 5 വർഷം തടവുകാർ. 5 വർഷം തടവും, കെ വി കുഞ്ഞിരാമൻ 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്. അവിടെ മുദ്രാവാക്യം വിളികളടക്കം ഉയർത്തുന്നുണ്ട്. ബാക്കി 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ്. 10-ാം പ്രതിക്കും 15-ാം പ്രതിക്കും ഇരട്ട ജീവപര്യന്തമാണ്. വധശിക്ഷയ്ക്ക് തൊട്ടു താഴെ കോടതി കൊടുക്കാൻ കഴിയാവുന്ന പരമാവധി ശിക്ഷ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വധശിക്ഷ ആണ് ആഗ്രഹിച്ചിരുന്നതെന്ന് കുടുംബം പറയുകയാണ്. ശരത്ലാലിനെയും കൃപേഷിനെയും കുടുംബം പറയുന്നു അവർ ആഗ്രഹിച്ചിരുന്നത് വധശിക്ഷയാണ്. സ്വാഭാവികമായും പരമാവധി ശിക്ഷ അവർ കിട്ടണം എന്ന് തന്നെ കുടുംബം ആഗ്രഹിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അത് കിട്ടാത്തതിൽ ഒരു പരിധി വരെയുള്ള നൈരാശ്യം അവർ പുറത്ത് കാണിക്കാതിരിക്കുന്നുമില്ല. എസ് ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത്, 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, 10-ഉം 15-ഉം പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, ഇപ്പം കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്ക് 5 വർഷം തടവ്. അങ്ങനെയല്ലേ അതിനെ ചുരുക്കി പറയാൻ കഴിയുക ശ്രീകാന്ത്? അശ്മി, കേരളം കാത്തിരുന്ന വിധി പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഇപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നു. ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഈ കേസിലെ പ്രതികൾക്ക്, നിഷ്ഠൂരമായ കൊല ചെയ്തവർക്ക് കോടതി വധശിക്ഷയ്ക്ക് താഴെ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ നൽകിയിരിക്കുന്നു. അതായത് ഇരട്ട ജീവപര്യന്തം. 1 മുതൽ 8 വരെ പ്രതികൾക്കും 10-15 പ്രതികൾക്കും ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടിയിരിക്കുന്നു. അവരുടെ പ്രതികൾ ഇപ്രകാരമാണ്. 1-ാം പ്രതി എ പീതാംബരൻ, അയാൾ ചെയ്തിട്ടുള്ള കുറ്റം ഇതാണ്. അയാൾക്കെതിരെ നിലനിൽക്കുന്നത് കൊലക്കുറ്റമാണ് അയാൾക്കെതിരെ നിലനിൽക്കുന്നത്. 2-ാമത്തേത് തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ഈ പീതാംബരനെതിരെ നിലനിൽക്കും. അതേ കുറ്റമാണ് 8 വരെയുള്ള പ്രതികൾക്ക് നിലനിൽക്കുന്നത്. അതിൽ സജി ജോർജ് ഉണ്ട്, സുരേഷ് ഉണ്ട്, അനിൽകുമാറുണ്ട്, ജിജിനുണ്ട്, ശ്രീരാഗുണ്ട്, അശ്വിൻ, സുബീഷ്, രഞ്ജിത്ത്, ടി സുരേന്ദ്രൻ. അങ്ങനെ 1 മുതൽ 8 വരെയും 10-15 പ്രതികൾക്കും ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം കൊച്ചി പ്രത്യേക CBI കോടതി വിധിച്ചിരിക്കുന്നു. അതേസമയം കെ വി കുഞ്ഞിരാമനും ജയിലിലേക്ക് പോകുന്നു. മുൻ ഉദുമ MLA, CPIM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ 5 വർഷത്തെ തടവ് ശിക്ഷയും 10,000 രൂപ പിഴയും ഇയാൾക്ക് വിധിച്ചിട്ടുണ്ട്. അതിൽ 14-ാം പ്രതി, 20-ാം പ്രതി, 21-ാം പ്രതി, 22-ാം പ്രതി എന്നിവർക്കാണ് 225 IPC പ്രകാരം ഇപ്പോൾ 5 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചിട്ടുള്ളത്. മണികണ്ഠൻ, ഇതിൽ 14-ാം പ്രതിയുടെ പേര് മണികണ്ഠൻ എന്നാണ്. അതോടൊപ്പം തന്നെ താഴേക്ക് വരുമ്പോൾ കെ വി കുഞ്ഞിരാമൻ 20-ാം പ്രതി, 21-ാം പ്രതി രാഘവൻ, 22-ാം പ്രതി ഭാസ്കരൻ എന്നിവർക്കാണ് 5 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചിട്ടുള്ളത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് നിഷ്ഠൂരമായ കൊലയ്ക്ക് ഇരട്ട ജീവപര്യന്തം, അവർക്കൊപ്പം ഗൂഢാലോചന നടത്തി ഒത്താശ ചെയ്ത 15-ാം പ്രതിക്കും ഇപ്പോൾ ഈ ഗൂഢാലോചന കുറ്റത്തിന്റെ പേരിൽ ഇരട്ട ജീവപര്യന്തം കിട്ടിയിരിക്കുന്നു. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷയ്ക്ക് താഴെ കിട്ടാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ കോടതിയിൽ നിന്നും വന്നിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു, ആ കുടുംബം ആവശ്യപ്പെട്ടു. ഇപ്പോൾ കോടതിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും കടുത്ത ശിക്ഷ ഇരട്ട ജീവപര്യന്തം കോടതി നൽകിയിരിക്കുന്നു. പ്രത്യേക CBI കോടതി ജഡ്ജ് N ശേഷാദ്രിനാഥനാണ് ഈ ശിക്ഷ ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. കെ വി കുഞ്ഞിരാമനടക്കം 4 പ്രതികൾക്ക് 5 വർഷം തടവാണ്. 5 വർഷമാണ് തടവ്. കെ വി കുഞ്ഞിരാമൻ 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്. കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്ക് ചെറിയ ശിക്ഷയാണെന്ന് മുഹമ്മദ് ഷിയാസ്, എറണാകുളം DCC അധ്യക്ഷൻ പറയുന്നുണ്ട്. മുതിർന്ന അഭിഭാഷകരെ സമീപിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിവിടെ തീരാൻ പോകുന്നതിന് ഇത് വ്യവഹാര വഴിയിലേക്ക് പോവുകയും ചെയ്യുകയാണ്. പുഷ്പാർച്ചന അവിടെ നടക്കുന്നു. അവിടെ CK ശ്രീധരനെതിരെ അടക്കമുള്ള മുദ്രാവാക്യം നടക്കുന്നു. ശരത്ലാലിനെയും കൃപേഷിനെയും അവർക്ക് ആദരമർപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ അവിടെ നടക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. കല്യോട്ട് അവരുടെ കൃപേഷിൻ്റെ അമ്മയും സഹോദരിയും ഒക്കെ പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ നേരത്തെ കണ്ടു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കുകയാണ്. അരുൺ പാറാട്ടാണ് അവിടെ നിന്ന് ചേരുന്നത്. അരുൺ പാറക്കൽ, അങ്ങേയറ്റം വൈകാരികമായ അമ്മമാരുടെ വേദന കണ്ണുനീരായി ഒഴുകുന്ന കാഴ്ച നമ്മൾ കുറേ നാളുകളായി ഈ പറഞ്ഞ പെരിയയിൽ നമ്മൾ കാണുന്നുണ്ട്. ശിക്ഷാവിധി ദിവസവും അതുതന്നെ കാണേണ്ടി വരുന്നു അല്ലേ അരുൺ? അശ്മി, അത് തന്നെയാണ് വികാര നിർഭരമായ അവസ്ഥ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കല്യാട്ട് ഗ്രാമം ഒന്നാകെ ഈ വിധിയെ കണ്ണീരോടുകൂടി സ്വീകരിക്കുന്നു. ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും സ്മൃതി മണ്ഡപത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച കൃപേഷിൻ്റെ അമ്മ ബാലാമണി, അതുപോലെ തന്നെ സഹോദരി കൃപ, ശരത്ലാലിൻ്റെ അച്ഛൻ സത്യനാരായണൻ, അവരൊക്കെ തന്നെ കണ്ണീരോടുകൂടി ഇവിടെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കുകയാണ്. ഡീൻ കുര്യാക്കോസ്, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. CK ശ്രീധരനെതിരെ മുദ്രാവാക്യം ഉയരുന്നു എന്നുള്ളതാണ്.
പ്രതിഭാഗത്തേക്ക് ചേക്കേറിയ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച കോൺഗ്രസിനെ വഞ്ചിച്ച CK ശ്രീധരനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധം CK ശ്രീധരനെതിരെ ഇവിടെ ഉയർന്നു വരുന്നു. ഒപ്പം ഈ വിധിയെ, ഇരട്ട ജീവപര്യന്തം വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് കൃപേഷിന്റെ അമ്മയും സഹോദരിയും അതുപോലെ തന്നെ ശരത് ലാലിന്റെ അച്ഛനുമൊക്കെ ഇവിടെ പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചത്, ഈ കുടുംബം പറഞ്ഞത് ഈ ഇരട്ട ജീവപര്യന്തമല്ല പ്രതീക്ഷിച്ചത്, 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവും. ഈ വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം അപ്പീൽ പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും. നേരത്തെ കോടതി കഴിഞ്ഞ ഡിസംബർ 28-ാം തീയതി കോടതി വെറുതെ വിട്ട 10 പ്രതികളെ കൂടി ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണം, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന കാര്യങ്ങളൊക്കെ തന്നെ കുടുംബം പറയുന്നുണ്ട്. എന്തായാലും വികാര നിർഭരമായ ഒരു അവസ്ഥ നമുക്ക് ഈ സ്മൃതി മണ്ഡപത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനുശേഷം അല്പസമയത്തിനകം ഇവരുടെ കുടുംബത്തിന്റെ പ്രതികരണം ഉൾപ്പെടെയുള്ളവ ഉണ്ടാവും. സമാധാനപരമായ കാര്യങ്ങളായിരിക്കും ഇന്നുണ്ടാവുക എന്ന് DCC നേതൃത്വവും അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഈ ഭാഗത്തൊക്കെ കനത്ത സുരക്ഷയാണ്, പ്രതികളുടെ വീടിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ വിധിക്ക് ശേഷം CK ശ്രീധരന്റെ കാഞ്ഞങ്ങാട്ടെ വസതിക്ക് കൂടി പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പുഷ്പാർച്ചന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുകയാണ് ഹാഷ്മി. വൈകാരികമായ കാഴ്ചകൾ അവിടെ നിന്ന് കാണുന്നുണ്ട്. ഈ പറയുന്ന കൃപേഷിന്റെയും ശരത് ലാലിന്റെയും അമ്മമാർ, സഹോദരിമാരൊക്കെ വിധി കേട്ട് പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് ഉറപ്പായും അവരുടെ സഹോദരിമാർക്ക് അവരുടെ സഹോദരന്മാരുടെ ഓർമ്മകൾ, അമ്മമാർക്ക് അവരുടെ മക്കളുടെ ഓർമ്മകളൊക്കെ ഇപ്പോൾ ആ പ്രതികൾക്ക് എത്ര പരമാവധി ശിക്ഷ കിട്ടിയെന്ന് പറയുമ്പോഴും അവർക്കുണ്ടായ അകാലത്തിലെ നഷ്ടത്തിന് ഒരു മടങ്ങി വരവില്ല, അല്ലെങ്കിൽ ആ നഷ്ടത്തിന് അത് നികത്താവതല്ല. സ്വാഭാവികമായും മകൻ്റെ ഓർമ്മകളിൽ വിതുമ്പുന്ന അമ്മമാരെ നമ്മൾ കാണുകയാണ്. കണ്ണീര് കേരളത്തിൻ്റെ വേദനയാണ്.